Hello. Welcome to Market Discussion of the Day. Today, December 19, 2024, Thursday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഒരു ഫണ്ടമെൻ്റൽ ഡേ ആണ്. ഒരുപാട് ന്യൂസുകൾ വരാനായിട്ടുള്ള ദിവസമാണ്. ഓക്കെ, സോ ഇന്നലെ നിങ്ങളൊരു ഭയങ്കരമായൊരു മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഗോൾഡിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നൊരു മൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച 23rd of December അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വന്ന എൻക്വയറീസ് ആൾക്കാരുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ടാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ബാച്ചിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ബാച്ചിൽ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തു തരാം. ഓക്കെ, സോ നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറായിരിക്കും ഡെയിലി ബേസിസിൽ ക്ലാസ് വരുന്നത്. നമ്മൾ പറഞ്ഞു തരുന്ന ഒരു സ്ട്രാറ്റജി എന്താ വെച്ചാൽ വെറും 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, സോ ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏതൊരാൾക്ക് വേണമെങ്കിലും എന്താ പറയുക, ഈ പറയുന്ന ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാച്ചിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്ത് നോക്കി നമുക്ക് ലൈവ് സപ്പോർട്ടും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഫുൾ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റവും നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഉറപ്പായിട്ടും എൻ്റെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. ഇന്നലെ നിങ്ങൾ ഇപ്പോൾ ഗോൾഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഗോൾഡൊക്കെ 2637 നിന്ന് 2680 വരെ സഞ്ചരിച്ചു. ഓൾമോസ്റ്റ് ഒരു 500 പിപ്പോളം ഓൾമോസ്റ്റ് 500 അതിൽ വലിയ ഒരു അല്ലേ 600 പിപ്പോളം ഉള്ള മൂവ്മെൻ്റാണ് നമ്മൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഗോൾഡിൽ കണ്ടത്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു, അതുകൊണ്ടിട്ടാണ് നമ്മൾ മാറി നിൽക്കാനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള FOMC ന്യൂസ്, നിങ്ങൾ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു ഈ ന്യൂസ് വന്നത് അല്ലേ. അപ്പം ന്യൂസിനെ പറ്റി നമ്മൾ ഇന്നലത്തെ ന്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ 4.75 ആയിരുന്നു. ഈ വട്ടം അത് കുറച്ചു 4.50 ആക്കി. ഓക്കെ, സോ ആക്ച്വലി എക്കണോമിക്സ് പ്രകാരം എന്താണ്, ദ ഇൻക്രീസ് റേറ്റ് ക്യാൻ ഹാവ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ USD വൈൽ എ ഡിക്രീസ് ക്യാൻ അഫക്റ്റ് USD നെഗറ്റീവ്ലി. അപ്പം ഈ പറയുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവായി കഴിഞ്ഞാൽ USDയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. USDയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗോൾഡ് മുകളിലോട്ടാണ് പോകേണ്ടത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ 4.75 നിന്ന് 4.50 ആക്കിയപ്പോൾ ആക്ച്വലി US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഗോൾഡ് അതേപോലെ താഴോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനത്തുള്ള ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സേഫായിട്ട് മാറി നിൽക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തെ ഫണ്ടമെൻ്റൽസ് നോക്കി ഇനിയും നമുക്ക് ഒരുപാട് ഇന്നലത്തെക്കാട്ടിലും ന്യൂസുകളുള്ള ദിവസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ EU ലീഡേഴ്സ് സബ്മിറ്റാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം യൂറോപ്പിൽ നടക്കുന്ന അൺസർട്ടനിറ്റി ഉറപ്പായിട്ടും ഈ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിനകത്ത് അവർ ചർച്ച ചെയ്യും. അതിനുള്ള റിസൾട്ടുകളോ അതെന്താണ് അവർ ചർച്ച ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും യൂറോയിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് യൂറോയിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഈ ആഴ്ചത്തെ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, രണ്ടാമത് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അതിനുശേഷമുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇത് UK ടൈമിംഗ് 2:52 കേട്ടോ. ഓൾറെഡി ന്യൂസ് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ എന്താ പറയുക, എഫക്റ്റ് JPY നമുക്ക് കാണാൻ പറ്റും. JPY പറന്നു എന്നൊക്കെ പറയാം. രാവിലെ എഴുന്നേറ്റ് നോക്കാൻ നേരം 157 156 എടുത്തിട്ട് നിൽക്കുകയാണ് JPY എന്ന് പറയുന്ന സംഭവം. ഓക്കെ, 12 മണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, എന്താ പറയുക, കഴിഞ്ഞ വട്ടം 5 ആയിരുന്നു,
കഴിഞ്ഞ വട്ടം 5% ആയിരുന്നു. കഴിഞ്ഞ വട്ടം US ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതോടെ അവരും 0.25 കുറച്ചു, 4.75 ആക്കി. ഈ വട്ടവും ഇപ്പോൾ ഫെഡ് വീണ്ടും കുറച്ചല്ലോ, 4.50 ആക്കിയല്ലോ. അപ്പോൾ അതേപോലെ ആവാനാണ് പോസിബിലിറ്റി ഉള്ളത്. അതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, GBP GBPയിൽ മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ GBPനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പം ബെറ്റർ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് 1.5 മണിക്ക് GDP അനൗൺസ്മെൻറ്റ് US നിന്ന്. ഓക്കെ, സോ അതും പ്രീവിയസും ഫോർകാസ്റ്റും ആക്ച്വലും എല്ലാം കഴിഞ്ഞ വട്ടം സെയിം ആയിരുന്നു. ഈ വട്ടം പ്രീവിയസും ഫോർകാസ്റ്റ് സെയിം ആണ്. ആക്ച്വലി നമുക്ക് എന്താ വരുന്നതെന്നും അറിയില്ല, അതെങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്നും അറിയില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിനുശേഷം 1.5 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്, 3 മണിക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. ഇതൊന്നും ഭയങ്കര വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്ത ന്യൂസുകളാണ്. കാരണം വലിയ ന്യൂസുകൾ വരുന്നതുകൊണ്ട് അതിനകത്ത് മുങ്ങിപ്പോകുന്ന ന്യൂസുകളായിരിക്കും ഇതൊക്കെ. ഓക്കെ, നേരെ നമ്മൾ നാളത്തെ കാര്യം നോക്കി. നാളെ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഫണ്ടമെൻ്റലും നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ദിവസവുമാണ്. അതുകൊണ്ടിട്ട് നാളെ വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഇന്ന് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ക്യാൻഡിൽ മാത്രം കാണിച്ചു തരാം. ഇന്നലത്തെ ന്യൂസിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് അല്ലേ. ഇതെന്ന് പറയുമ്പം ന്യൂസ് 7 മണിക്കുള്ള ന്യൂസ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസ് വന്നപ്പോഴുള്ള ക്യാൻഡിലാണ്. ഓടിക്കേറി ഓൾമോസ്റ്റ് 53 നിന്ന് 54.5 എത്തി. അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് ഇതായി. അതിനുശേഷം ഈ ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷം JPY ഇൻട്രസ്റ്റ് റേറ്റിന് ശേഷമാണ് ഇത് ഒറ്റയടിക്ക് ഓൾമോസ്റ്റ് വീണ്ടും ഒരു 100 പിപ്പിന് മുകളിലായിട്ട് JPY സഞ്ചരിച്ചത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പം മാർക്കറ്റിന് സെറ്റിലായതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഈ പോക്ക് 162 പോകുന്നത്, ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 162 ആണോ പോകുന്നതെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു തീരുമാനം എടുക്കാം. എനിക്ക് തോന്നുന്നു നാളത്തേക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് എവിടെയും പോകുന്നില്ലല്ലോ. നേരെ നമ്മൾ എന്താ പറയുക, നമ്മുടെ യൂറോ USD വരുമ്പോൾ നേരത്തെ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട. യൂറോയിൽ ഒറ്റ ക്യാൻഡിൽ കണ്ടോ, 1.04860 നിന്ന് 1.03510 വരെ ഒരു എന്താ പറയുക ഭയങ്കരമായൊരു ഫോളാണ് യൂറോയിലുണ്ടായത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ എന്താ പറയുക, ഇനിയൊരു ഉറപ്പായിട്ട് വേണമെങ്കിൽ നല്ല ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ബൈ ഒക്കെ ചെയ്ത് വെക്കാം. കാരണം നല്ലൊരു പോയിൻ്റാണ്. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം യൂറോപ്പിലുള്ള സിറ്റുവേഷൻ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായതുകൊണ്ടിട്ട് ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂറോ. പക്ഷേ ഞാൻ GBP ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. GBP എന്താ പറയുക, ഞാനും ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. 1.2600 അടുപ്പിച്ചായപ്പോഴത്തേക്ക് ഞാനും ഒരു ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ലോങ്ങർ ടേമിലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും GBP ഭയങ്കര നല്ലൊരു ഒരു എന്താ പറയുക പെയറാണ്. ബൈ ചെയ്യാം. 1.2600 കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ ചെയ്യുക. ഓക്കെ, 1.2500 കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ബൈ ചെയ്യാം. ഓക്കെ, കാരണം 1.2800 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഓൾമോസ്റ്റ് ഒരു 1000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് GBP തരും. 1-2 ദിവസം കൊണ്ടല്ല, ഒരു 3 to 6 months ഇടയ്ക്കായിരിക്കും തരുന്നതെന്നുള്ളതാണ്. അതിനുള്ളൊരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഓൾമോസ്റ്റ് ഒരു $10,000 മുകളിലായിട്ട് പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് GBP എന്ന് പറയുന്നത്. അപ്പോൾ GBPയിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സപ്പോസ് ഇന്ന് 1.2600 മേടിച്ചിട്ടുണ്ട് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.2600 മുകളിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ലോസിൽ അവസാനിക്കത്തില്ല, പ്രോഫിറ്റിലായിരിക്കും അവസാനിക്കുന്നതെന്നുള്ളതാണ് അതിനകത്തുള്ള അഡ്വാൻറ്റേജ്. നേരെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തൊരു സാധനമാണ് ഗോൾഡ്. ഇപ്പോൾ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്താ പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ ഗോൾഡ് 9 ഏഷ്യ ക്ലോസിങ്ങിന് 2615 മുകളിലായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക 2615 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് 2615. ഓക്കെ, സോ പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് 1:30 വരുന്നുണ്ട്. GDP അനൗൺസ്മെൻ്റ് ആണ് US നിന്ന്. അത് ഉറപ്പായിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളിപ്പം ആ ഒരു സമയത്തും നിങ്ങൾ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ആ പ്രോഫിറ്റ് എടുത്ത് മാറാം. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്, ഇപ്പം 2600 600 ആയിരിക്കും ചിലപ്പം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക.
അല്ലേ? അങ്ങനെ നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക ആ സ്റ്റോപ്പ്, ഫോർ എക്സാമ്പിൾ GDPക്ക് മുന്നേ ആയിട്ട് 1 മണിയാവുമ്പം, UK ടൈമിങ് 1 മണിയാവുമ്പം, ഇന്ത്യൻ ടൈമിങ് 7 മണിയൊക്കെ ആവുമ്പം എന്താണ്, അല്ലെങ്കിൽ 6:30 മണിയാവുമ്പോൾ 2625 മാർക്കറ്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 2620 കൊണ്ടുവെക്കാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മാർക്കറ്റ് സപ്പോസ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു $5 വരയ്ക്കും പ്രോഫിറ്റിലായിരിക്കും ഇറങ്ങുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CPI നിങ്ങൾക്ക് വലിയൊരു നമുക്ക് വലിയൊരു പ്രോഫിറ്റ് നമുക്ക് തരും. ചിലപ്പോൾ ഒരു 2660 2680 ഒക്കെ വരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് CPI ഡേയ്സിൽ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഇന്നത്തെ ദിവസം. കാരണം നമ്മളുണ്ടാക്കിയ പ്രോഫിറ്റുകൾ എന്തിനാണ് കളയുന്നത്, അല്ലേ? അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താ പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ ദിവസം മാറി നിൽക്കുക, ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ എന്താ പറയുക, ഗുഡ് ബൈ.